ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പെരുന്നാളിൻ്റെ സമയത്തൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചൈന ഗ്രാസും ജെലാറ്റിനൊന്നും ഇല്ലാതെ തന്നെ കസ്റ്റാർഡ് കുറച്ചൊരു വെറൈറ്റി ആയിട്ട് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ആദ്യം ഇതിലേക്കായിട്ട് ഒരു 2 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ചൊരു മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് മധുരം വേണ്ട, എന്നാലും മിക്സ് ആക്കി നോക്കിയിട്ട് കുറച്ചുകൂടെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ പഞ്ചസാരയും കൂടെയൊക്കെ ചേർക്കാം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സായി ഇതുപോലെ ഒന്ന് ചൂടായി പാല് ചൂടായി വരുന്ന സമയത്ത് ഇനി ഒരു 2.25 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാലൂടെ ചേർത്ത് നല്ലോണം കട്ടയൊന്നുമില്ലാതെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി കുറുക്കി എടുക്കുക കേട്ടോ. കൈ എടുക്കാതെ തന്നെ ഇളക്കി എടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ചെയ്യണേ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കസ്റ്റാർഡ് പൗഡർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കുറുകി പോകും, പക്ഷേ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ചെറിയ തീയിൽ കുറച്ച് സമയം വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് തന്നെ കുറുക്കി എടുക്കണം. അപ്പോഴാണ് കറക്റ്റ് വെന്തിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ. ഇതാ ഈ ഒരു രീതിയിൽ അത്യാവശ്യം നല്ല കട്ടിയാക്കിയിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഒരു ഇത്തിരി വാനില എസൻസ് ചേർത്തുകൊണ്ട് ഒരു തുള്ളിയൊക്കെ തന്നെ മതി കേട്ടോ. ഇനിയിപ്പോൾ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അതല്ലാത്തതുകൊണ്ട് ഒരു ഇത്തിരി ചേർത്താണ്. കൂടിപ്പോയാൽ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ആ ഒരു വാനിലേൻ്റെ ടേസ്റ്റ് മാത്രമായി പോകും. ഈ ഒരു മിക്സ് ഒന്ന് പുറത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാറുന്ന സമയത്ത് പിന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് തണുത്ത് കിട്ടിയാലേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി കുറച്ച് കുനാഫ ഡോ എടുത്തിട്ട് ഇതുപോലെ നല്ല ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കണം. ഇത് ഏകദേശം ഒരു 2 കപ്പ് അളവിലേ ഉണ്ടാവും, പക്ഷേ വറുത്ത് കറക്റ്റ് റെഡിയായി വരുമ്പോൾ ഒരു 3/4 കപ്പിലൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ കാണുമ്പോൾ ഇത് കുറേ പോലെ ഉണ്ടാവും. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇത് ചേർത്ത് കൊടുത്ത് നല്ലോണം അങ്ങ് വറുത്തെടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല കളർ മാറുന്ന വരെ വറുത്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു കുനാഫ ഡോ ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു കുനാഫയ്ക്ക് വേണ്ടി എടുക്കുന്ന ചെറിയ സേമിയയിൽ അത് വെച്ചിട്ടും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് പിസ്ത സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വാങ്ങിയത് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ നമുക്ക് പിസ്ത ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ച് റെഡിയാക്കി എടുത്താലും മതി കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. കൈ കൊണ്ട് തന്നെ അങ്ങനെ ചെറുതായിട്ടൊന്ന് കുഴച്ചിട്ട് ചെറിയ ബോളാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ബോളാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടെ മിൽക്ക് മെയ്ഡ് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി, കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ബോളാക്കി എടുക്കുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ കസ്റ്റാർഡിൻ്റെ മേലേക്ക് ഇങ്ങനെ മുഴുവനായിട്ട് ഇട്ടിട്ട് വേണമെങ്കിലും സെർവ് ചെയ്യാം കേട്ടോ. കസ്റ്റാർഡൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച് നല്ലോണം തണുത്തതിന് ശേഷം പുറത്തെടുത്ത് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഈ ഒരു ബോൾസ് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. ഇതിങ്ങനെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്ന സമയത്താണ് കറക്റ്റായിട്ട് കിട്ടിക്കോളും. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ആ ഒരു കസ്റ്റാർഡിൻ്റെ മേലേക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ അങ്ങ് വെച്ച് കൊടുക്കുക. കുറച്ച് ബദാമോ പിസ്തയൊക്കെ ചോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടോ. പെരുന്നാളിൻ്റെ ഒക്കെ സമയത്തൊക്കെ കുറച്ച് കൂടുതൽ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിൾ റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. അപ്പം നല്ല തണുത്തിരിക്കുന്ന ഒരു കസ്റ്റാർഡും ഈ ഒരു കുനാഫയുടെ മിക്സ് ഇങ്ങനെ കുറച്ചൊന്ന് പൊട്ടിച്ച് അതിലിങ്ങനെ മിക്സ് ആക്കി ചേർക്കണം കേട്ടോ. അങ്ങനെ മിക്സ് ആക്കി എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഒരു കുനാഫ ബോൾ ഇങ്ങനെ മുറിച്ചെടുത്ത് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആ ഒരു മിക്സ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മേലേക്ക് ഓരോ പാത്രത്തിൽ സെർവ് ചെയ്യുമ്പോൾ കുറച്ചിങ്ങനെ ഇട്ട് കൊടുത്താലും മതി. എന്തായാലും മിക്സ് ആക്കി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉള്ളത്. ഇഷ്ടപ്പെട്ട രീതിയിൽ സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്